അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുനാൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സുബഹി ബാങ്ക് കൊടുക്കുകയായിട്ട് എവിടേക്ക് പോകേണ്ടതാണ്? പള്ളിക്ക് പോകേണ്ടതാണ്. അങ്ങനെ പള്ളിക്ക് പോയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിട്ടില്ല, എൻച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ബിലിക്കറ് എന്നുള്ള ഒരു ചിന്തയിലിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താണ് ബാങ്ക് സമയം അവിടെ അങ്ങനെ ബാങ്ക് കൊടുക്കുക. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലിക്കുകയായിട്ട് ഒരു പുതിയൊരു വാക്യം എന്താക്കരുത്, ബാങ്കിൽ ചേർക്കരുത്, അതായത് കൂട്ടരുത്. എന്തായിരിക്കും ആ ഒരു വാക്യം? അത് കേട്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ആക്കിയിട്ട് എന്നുള്ള ആ ഒരു ചരിത്രം കാര്യമാണ്. അതായത് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം കാര്യമാണ് ഉണ്ട് ഞങ്ങൾ എന്താക്കരുത് പഠിക്കുക പോകേണ്ടത്. ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൂരത ഏറ്റുവാങ്ങിയ ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ആ മുന്നോട്ടുള്ള ജീവിതവും ഇസ്ലാം സ്വീകരിച്ച രീതിയും അതേപോലെ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ ഏറ്റെടുത്തെങ്കിൽ ആ ക്രൂരതയും അതിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുന്നത് ആ ഒരു വലിയൊരു ചരിത്ര കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചൊന്നിട്ടിരുന്നു. അത് മുന്നോട്ടുള്ള ഭാഗമാണ് ഉണ്ട് ഞാൻ എന്താക്കുക ചൊല്ലുക പോകേണ്ടത്. അതായത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നീടുള്ള ജീവിതം ചൊല്ലത് വെറും ഇസ്ലാമുകും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുബേനായിട്ടാണ് ആര് ജീവിച്ചത്? ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിച്ചു ചൊന്നത്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രീതിയിലും സഹായം സഹകരണം ആക്കിക്കൊണ്ടും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹചാരി പോലെ എല്ലാ ഭാഗത്തും പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയിട്ടിരുന്ന ഒരാളും കൂടിയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അതേപോലെ ബിലാൽ റളിയല്ലാഹുവിന് ഏറ്റവും വലിയൊരു പദവി ചൊല്ലത് ഒരു മുഅസ്സിൻ, അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മുഅസ്സിനായിട്ട് നിയമക്കാക്കിയ ആളും കൂടിയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടും അതേപോലെ ബിലാൽ റളിയല്ലാഹു തങ്ങളെ ആ ഒരു ബന്ധം ഞങ്ങൾ നോക്കേണ്ട കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ കിട്ടിയേണ്ട കണ്ടെങ്കിൽ അതിലൊരു ഭാഗ ഇല്ലെങ്കിൽ അതിലൊരു പാതി ആര് കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്തുകൊണ്ടിരുന്നിട്ടാണ്. അതുമാത്രമല്ല ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ കുറേ വലിയ പ്രമാണികളായ ആൾക്കാരല്ലെന്ന് ആ ഒരു സദസ്സിൽ നിന്ന് ആ സന്ദർഭത്തിൽ ഒരു നല്ലൊരു ഭക്ഷണം ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഭക്ഷണം ലഭിച്ച സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആലിലെ കടത്തില് ആരടുത്തേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെ മുട്ടത്ത് ഒരാളെ കടത്തല്. അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിന് വന്ന സന്ദർഭത്തിൽ ആ ഒരു പാത്രത്തിൽ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തിണ്ടോയിന്ന് അതേ ഒരു ഇടത്ത് കൈയിട്ടിട്ട് ആര് തിന്നു കൊടുത്തു? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിന് കൊടുത്തു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും അതേപോലെ ബിലാൽ റളിയല്ലാഹു ഒരേ ഒരു ഇടത്തിൽ ഒരേ ഒരു പാത്രത്തിൽ ഒട്ടിയെ കൈയിട്ടിട്ട് എന്താക്കി തിൻ്റെ ഒരു ചരിത്രമാണ് ഉള്ളത്. അപ്പോൾ അതായത് ഏറ്റവും ഒരു താന്നിട്ട് എത്രയും കീഴായിട്ട് കണ്ടുപോയിരുന്ന ബിലാൽ റളിയല്ലാഹു പിന്നീട് ഏറ്റവും ഒരു വലിയൊരു മനുഷ്യനായി പോയി, അതായത് ഇസ്ലാമിൽ ഏറ്റവും ഒരു ഉന്നതിയായി എത്തിയ ആളായി പോയിട്ട് എന്നുള്ളതാണ് ആറ് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം ചൊല്ലുന്നത്. അതുമാത്രമല്ല ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാല് ബിലാൽ റളിയല്ലാഹുവിനോട് കേൾക്കുക, അല്ല ബിലാലെ, ഞാൻ അതായത് സ്വർഗ്ഗം സന്ദർശിക്കുക പോയ സന്ദർഭത്തിൽ നിൻ്റെ പാദത്തെ അതായത് നിൻ്റെ ചെറുപ്പ സൗണ്ടല്ലേ ഞാൻ ആ സ്വർഗത്തിൽ ഞാൻ കേട്ടതാണ് ബിലാലേൻ്റെ ചൊല്ലും. അപ്പോൾ എന്ത് സൽക്കർമ്മമാണ് എന്ത് നന്മയാണ് നീ ഈ ഭൂമി ലോകത്തിൽ ആക്കിയിട്ടുള്ളത് എന്നിട്ടാണ് ആരായിട്ട് കേൾക്കുന്നത്? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെ കേൾക്കുക. അപ്പോൾ ബിലാൽ റളിയല്ലാഹു ചൊല്ലുക, നബിയെ ഞാനങ്ങനെ വലിയൊരു സൽക്കർമ്മം ആക്കുന്നതും ആളല്ല, എന്നാൽ ഞാൻ ഉളു എടുത്തേണ്ട കണ്ടെങ്കിൽ ഉളുവിൽ പിന്നെ ഉള്ള ഒരു ജനറക്കത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അത് ഞാൻ എപ്പോഴും ആക്ര നബിയെ ഒരു നാൾ വിടാണ്ട് ആ ഒരു സുന്നത്ത് നിസ്കാരം ഞാൻ എപ്പോഴും നിസ്കരിക്കുക, അതുകൊണ്ടായിരിക്കുമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിന് കൊടുത്ത ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇതുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യത. അതേപോലെ പിന്നൊരു സംഭവിച്ചുള്ളത് ഒരു നാൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു നല്ല ഒരു നല്ല ഈത്തബല ക്വാലിറ്റി ഉള്ള ഒരു ഈത്തബല എടുത്ത് വന്ന ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തു ചൊല്ലുന്നത്, നബി ഇത് നല്ല ഒരു ഈത്തബലാണ് എടുത്തുള്ളവരുണ്ടാണ് ചൊല്ലുന്നത്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കും, എവിടെ നിന്നാണ് എനിക്ക് ഇത്ര നല്ലൊരു ഈത്തബല കിട്ടിയതുണ്ടാ? അപ്പോൾ ചൊല്ലുന്നത് എൻ്റെ പക്കൽ ഒരു ജണ്ട് ബട്ടി എന്തിനകത്ത് ഒരു പല ഒരു ക്വാലിറ്റി ഇല്ലാത്ത ഈത്തബല ഇന്ന് അത് കൊടുത്തിട്ട് ഞാൻ എന്താക്കി അതേപോലത്തെ എന്നതാക്കിയ പുതിയൊരു നല്ല ഈത്തബല എടുത്തതുണ്ട്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്, ഇങ്ങനെ എടുക്കുക തീരല്ലേ ബിലാലെ എന്നിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എന്തോട് ഒരു ബേജറോട് ആരൊക്കെ ഒരു ബിലാൽ റളിയല്ലാഹു
എന്നുള്ളതാണ്. അപ്പോൾ ബിലാൽ ബേജറായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുന്നതാണ്, ഒരു വ്യാപാരത്ത് രൂപ അവിടെ പഠിപ്പാട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ചൊല്ലു ബിലാലെ ഇനി എന്താക്കണം ചൊന്നേണ്ട കണ്ടെങ്കിൽ ഒരു പല ഈത്തബല അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഈത്തബല ഇന്നെങ്കിൽ അത് ഫസ്റ്റ് കേട്ട് നിങ്ങൾ എന്താക്കണം വിൽക്കണം. വിത്തിട്ട് അതിൽ നിന്നിട്ട് പൈസ എടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ എന്താക്കണം പുതിയൊരു സാമഗ്രികൾ ഏതെടുക്കറോ അത് നിങ്ങൾ എടുക്കണോണ്ടാണ് ഒരു വ്യാപാരത്തെ ആ ഒരു രൂപം എന്താക്കിയതാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി കൊടുത്തതാണ്. അതേപോലെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കേണ്ട കണ്ടെങ്കിൽ യുദ്ധ മേഖലയുടെ നല്ലോണം യുദ്ധം ആക്കിയെങ്കിൽ ഒരാളും കൂടിയാണ് ബിലാൽ റളിയല്ലാഹു. ബദ്ർ യുദ്ധത്തെ നോക്കേണ്ട കണ്ടെങ്കിൽ തൻ്റെ യജമാനായിട്ട് ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊല്ലുകയുള്ളൊരു സൗഭാഗ്യം ഏതിൽ കിട്ടിയത് ഈ ബദ്ർ യുദ്ധത്തിൽ കിട്ടും. കാരണം അത്രക്കും വേദന അനുഭവിച്ച ആളാണ് ബിലാൽ റളിയല്ലാഹു. അത്രക്കും വേദന കൊടുത്ത ആളാണ് ഉമയ്യത്ത് ബിൻ ഖലഫ. ആ ഒരു ചരിത്രം നിങ്ങൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് ഗൊന്തോ ആ ഒരു ഇതും. അതേപോലെ ബദ്ർ യുദ്ധമല്ല, ഉഹദ് യുദ്ധ, ഖന്തക് യുദ്ധ, ഇതിലെല്ലാം നല്ലോണം പോരാടിയെങ്കിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു. എങ്ങനെയാണ് ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊന്നതെന്ന് ചൊല്ലത് ബദ്ർ യുദ്ധത്തെ ആ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ അതിൽ നിങ്ങൾ എന്താവും ഡീറ്റെയിൽ ആയിട്ട് നാച്ചുന്നത് എങ്ങനെയാണ് ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊന്നത് എന്നുള്ളത്. അതേപോലെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിന് കിട്ടി ഏറ്റവും വലിയ ഒരു ഭാഗ്യം ചൊല്ലത് ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ടൈറ്റൽ ചൊല്ലത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു ഭാഗ്യമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമക്കാക്കിയ ഒരു മുഅദ്ദിനാണ്, ഏറ്റവും വലിയ ഒരു മുഅദ്ദിനാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു. ആ ഒരു ബാങ്കിയുടെ കാര്യം ഞങ്ങൾ നോക്കേണ്ട കണ്ട ആ ഒരു ചരിത്രം ഞങ്ങൾ നോക്കേണ്ട കണ്ടെങ്കിൽ ഒരു നാൾ സ്വഹാബികളായ ആൾക്കാർ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ചർച്ച, എങ്ങനെയാണ് ആൾക്കാരെ പള്ളിക്ക് വേനായിട്ട് നിസ്കാരത്തേക്ക് വിളിക്കുക എന്നുള്ള ഒരു ചർച്ച. ആ സന്ദർഭത്തിൽ കുറേ സ്വഹാബിക്ക് ചൊന്നർ നബി എന്നെ അങ്ങ് എന്താക്കുക തീയിട്ടിട്ട് മധുര പുകയും കാര്യം ആൾക്കാർ കാണും. അപ്പം അങ്ങ് എന്താക്കുക ഒരു പള്ളിക്ക് വന്നിട്ട് നിസ്കരിക്കുക ബണ്ടാരം ചൊന്നു. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു അത് വേണ്ട, ഒരു തീയുടെ സമ്പ്രദായം വേണ്ട ചൊന്നെങ്കിൽ അത് കണ്ടെങ്കിൽ ഈ തീയുടെ ആരാധിക്കുന്ന ആൾക്കാരാക്കട ഒരു കാര്യമാണ്, അത് ഞങ്ങൾക്ക് ഇസ്ലാമിക യോജിച്ചതല്ല. അപ്പോൾ പിന്നെ കുറേ സ്വഹാബിങ്ങൾ ചൊന്നാൽ നല്ല ബീനൽ എന്താക്കാം ഊത, അതായത് ബീനല്ലേ ഞങ്ങൾ ഊദ്രെങ്കിൽ അതിൽ ഊതിട്ടാകുമ്പോൾ ആൾക്കാർ ഗൊന്താവല്ലേ ചൊല്ലും. അപ്പോൾ ചൊന്തു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സ് ഒരു സമാധാനമായില്ല, ഇതൊരു ജൂതന്മാരുടെ ഒരു രൂപം പോലെയാണ്, അത് ഞങ്ങൾ ഇത് വേണ്ട ചൊല്ലും. അപ്പോൾ പിന്നെ കുറേ സ്വാഭിങ്ങൾ ചൊല്ലത് ഇപ്പം വേണ്ടെന്ന് പിന്നെ ഞങ്ങൾ എന്താ ഗണ്ടടിക്കാം, ഈ തബലമാ ഇല്ല ഗണ്ടമാ ബാൻഡ ഇങ്ങനത്തെ ഞങ്ങൾ അടിക്കാണ്ടാണ് ചൊല്ലുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും ഇതും വേണ്ട, കാരണം ഇത് ക്രിസ്ത്യാനിങ്ങ ആക്കടയും കാര്യമാണ്. അപ്പോൾ ഇസ്ലാം ആകുമ്പോൾ അതിലേക്കാളും വേറെ വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ ബേനായത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അണ്ടത്തെ ഈ ഒരു ചർച്ച കഴിഞ്ഞിട്ടുള്ള പോയിട്ട് എന്താ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു കിനാവ് കണ്ടു. ഒരു പച്ച ഡ്രസ്സ് ഇട്ടെങ്കിൽ ഒരാൾ ഒരു വലിയൊരു ബാൻഡ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടാണ് ഇന്ന് പോയോണ്ടുള്ളത്. അങ്ങനെ കൊട്ടിക്കൊണ്ട് പോകേണ്ട സന്ദർഭത്തിൽ ബാൻഡ് ഇല്ലെങ്കിൽ ഗണ്ട ഇങ്ങനത്തെ ഒന്നും കൊട്ടിക്കൊണ്ടാണ് പോകേണ്ടത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ്, അയാളുടെ കേൾക്കുന്നതാണ് ഈ ഒരു ബാൻഡ് നമുക്ക് തരുവാറാണ്, നമുക്ക് കൂടെ ആൾക്കാരെ പള്ളിക്ക് നിസ്കാരത്തെ വിളിക്കണം, ഒരു സാമഗ്രി വേണോണ്ടാണ് ചൊല്ലത്. അപ്പോഴാണ് ആ ഒരു മനുഷ്യൻ ചൊല്ലത് നിങ്ങൾക്ക് ഈ ബാൻഡറേക്കാളും നിങ്ങൾക്ക് നല്ലൊരു കാര്യം ഇതിനേക്കാൾ ഹൈറായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പഠിപ്പാട്ടി തന്നിട്ടാണ് ചൊല്ലത്. അങ്ങനെ അയാൾ എന്താക്കുന്നതാണ് ഈ ബാങ്കയുടെ ആ പൂർത്തിയായിട്ടുള്ള ആ ഒരു വാക്യം എന്താക്കുന്നത് ചൊന്നു കൊടുക്കുന്നതാണ്. ഇത് കേട്ട് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു എന്താക്കുന്നത് പിറ്റാണ്ട് എണിച്ചിട്ട് നേരെയോടെ കൊണ്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പിടിച്ചുള്ളത് നബിയെ ഞാൻ ഇങ്ങനത്തെ കിനാവ് കണ്ട ഇങ്ങനത്തെ ഒരു വാക്യമെല്ലാം കേട്ടാണ്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് നീ കണ്ട് ഈ ഒരു കിനാവാണ് ഏറ്റവും നല്ലൊരു കിനാവാണ്, അതായത് ഹക്കായ കിനാവാണ്, അപ്പോൾ ഇതായിരിക്കും നമുക്ക് ബാങ്ക് കൊടുക്കുക ഏറ്റവും നല്ലത്. അങ്ങനെ എല്ലാ സ്വഹാബികളും വിചാരിച്ചാൽ ഇപ്പോൾ നക്കായിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഇക്കര സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേടിയതും വിളിച്ചതും ആരെയാണ്, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ബിൽച്ചിട്ട് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു ചൊല്ലി ഈ ഒരു വാക്യം നീ എന്താക്കുക ബിലാൽ റളിയല്ലാഹുവിൻ്റെ പഠിപ്പാട്ടി കൊടുക്കൊണ്ടാണ് ചൊല്ലുക. അങ്ങനെ ബിലാൽ റളിയല്ലാഹു ഈ ഒരു വാക്യം പഠിച്ചിട്ട് എന്താക്കുക മദീനത്തെ ആ ഒരു പള്ളിയിൽ നിന്നിട്ട് എന്താക്കുന്നത് ഏറ്റവും ഉച്ചത്തിൽ എന്താക്കുക ബാങ്ക് കൊടുക്കുന്നത്. കാരണം ബിലാൽ റളിയല്ലാഹുവിൻ്റെ സൗണ്ട് അത്ര മനോഹരമായി ചന്തത്തെ ഒരു സൗണ്ടാണ് ആരത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെത്. അങ്ങനെ ഈ ഒരു ബാങ്ക് ഈ ഒരു വരി കേട്ട സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു എണിച്ചിട്ട് ഓടി വേണ്ടത്, ഈ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഓടി വന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി നബിയെ നാണ് കിനാവുൽ കണ്ട ഇതേ വാക്യാണ് നാൻ എന്താക്കിയത് കിനാവുൽ കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബാങ്കർ ഏറ്റവും വലിയ മനോഹരമായ ബാങ്കറും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു മുഅദ്ദിനായിട്ട് നിയമക്കാക്കിയത് ഒരാളാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു.
പിന്നീട് മദീനത്തിൽ ബാങ്കും കാര്യം കൊടുക്കുന്നതാരാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനം കിട്ടുകയായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ചൊന്നുകൊണ്ടിരുന്നത്. ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുകൊണ്ടിരുന്നത് എൻ്റെ മനസ്സ് സമാധാനമാക്കുമ്പോഴായിട്ട് ബിലാലെ നീ എന്താ കൂടുതൽ ബാങ്ക് കൊടുകൊണ്ടാണ്. അതേപോലെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മക്ക ഫതഹ് നടന്ന സന്ദർഭത്തിൽ, അതായത് മക്ക വിജയം നടന്ന സന്ദർഭത്തിൽ കഅബത്തിൽ നിന്നിട്ടുള്ള എല്ലാ വിഗ്രഹത്തെ എടുത്തിട്ട് പത്ത് ഇട്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലു ഈ ഒരു കഅബത്തെ മേലെ പത്തിയിട്ട് നീ എന്താക്ക് ബാങ്ക് കൊടുക്കൊണ്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ആ കഅബത്തെ മേലെ പത്തിയിട്ട് എന്താക്കുന്നതാണ് ഒച്ചത്തിൽ ബാങ്ക് കൊടുക്കുന്നതാണ്. ഇത് കണ്ട് ശത്രു എന്തോട് അത്ഭുതപ്പെട്ടു പോകണം. അങ്ങോട്ട് ഇങ്ങനെ എന്തോട്, അതായത് ഞങ്ങൾ ഏറ്റവും തലം താഴ്ന്ന് കണ്ടെങ്കിൽ ഏറ്റവും കീഴായിട്ട് കണ്ടെങ്കിൽ ഒരാളല്ലേ ഈ ഒരു മക്ക ഈ ഒരു കഅബത്തെ മേലെ പത്തിയിട്ട് ബാങ്ക് കൊടുക്കരുത്. ഇത്രക്കും വലിയൊരു ബഹുമാനമാണോ ഈ ഒരു ബിലാൽ റളിയല്ലാഹു അൻഹു കിട്ടിയതുകൊണ്ടാണ്. അതേപോലെ ഈ ബാങ്കുമായിട്ട് സംബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട സ്വഹാബികൾ ഒരു സ്വഹാബി ഇങ്ങനെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുക. കാരണം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്തല്ല ഒരു അറബിയായ ആളല്ല, ഒരു അനറബിയാണ്. അപ്പോൾ അതായത് ഇത്തോപ്യക്കാരനായ ആളല്ലേ. അപ്പോൾ ഒരു അറബി അക്ഷരത്തിൽ ചെറിയൊരു ഇങ്ങനെ തപ്പ് വന്നിട്ടുണ്ട്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഷീൻ്റെ ബദലിക്ക് സീനാണ് ചൊന്നു കഴിഞ്ഞത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത് ഈ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെ സീനുടെ സ്ഥാനത്തേക്ക് അള്ളാഹുടെ പക്കൽ ഈ സീനുടെ സ്ഥാനത്തേക്ക് ഷീനാണ് ഉള്ളത്. അതായത് ഒരു മനുഷ്യൻ എന്തല്ല പർത്തിൽ കാണേണ്ടതല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് ഞങ്ങൾ എന്താക്കണത് നോക്കണായത്. ആ ഹൃദയത്തിൽ അത്രക്കും എന്താണ് അള്ളാഹുവുമായിട്ടും അതേപോലെ ഹബീബിന റസൂലുമായുള്ള വിശ്വാസമാണ് നാം എന്താക്കുന്നത് കാണാൻ സാധ്യമാവുന്നത്. അത്രക്കും വലിയൊരു എന്താണ് ആളാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെ ജീവിതം ചൊല്ലത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൽ പിന്നത്തുള്ള ജീവിതം ചൊല്ലത് ഏറ്റവും ബേജാറ് നിറഞ്ഞ ഒരു ജീവിതമായിട്ട് എന്തായിരിക്കും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഒരു വിവരം കേട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സഹിക്കുക ഇല്ലാണ്ടാണ്. അതായത് അത്രക്കും എന്തായിട്ട് ഒരു മനസ്സുകൊണ്ടിട്ടും ശാരീരികമായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് തളർന്നെങ്കിൽ ആളാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടന്നത് പിന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ് പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലതാണ് ബാങ്ക് കൊടുക്കുക മെയിനായിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ് ബാങ്ക് കൊടുക്കുക പോകുമ്പോൾ അങ്ങനെ ബാങ്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആ ഒരു എന്താക്കോല്ല ചൊല്ലുക ആവാണ്ട് സൗണ്ട് എന്താ അവിടെ ബ്ലോക്ക് അവിടെതാണ്. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ് ചൊല്ലതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക്. അതായത് ഞാൻ ഇനി എന്താക്കില്ല ഈ ഒരു മദീനത്തിൽ എന്താക്കില്ല ബാങ്ക് കൊടുക്കില്ലാണ്ടാണ് ചൊല്ലത്. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർബന്ധിക്കരുത് നീ എന്താക്കണം ബാങ്ക് കൊടുക്കണം ചൊന്നിട്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലത് നിങ്ങൾ എൻ്റെ എന്താക്കിയത് മോചിപ്പിച്ചതാണ്. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ മോചിപ്പിച്ചത് വേനായിട്ട്. അതായത് ഈ ഇസ്ലാമിൽ ഇത്തരം കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ മോചിപ്പിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ചൊല്ലത് നിങ്ങൾ നിങ്ങളുടെ മോചിപ്പിക്കേണ്ട കണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മോചിപ്പിച്ചത് നിങ്ങൾക്ക് ബേനായിട്ടാണോ നല്ലത് മോചിപ്പിച്ചേണ്ട കണ്ടെങ്കിൽ ഞാൻ എന്താക്കുക പിന്നെ ബാങ്ക് കൊടുക്കുക. അതല്ല നിങ്ങൾ അള്ളാഹുക്ക് ബേനായിട്ട് ഇസ്ലാമുക്ക് ബേനായിട്ട് നൻ്റെ മോചിപ്പിച്ചിട്ട് നീണ്ട കണ്ടെങ്കിൽ, അതായത് അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചേണ്ട കണ്ടെങ്കിൽ നൻ്റെ നിങ്ങൾ എന്താക്കണം യുദ്ധമൊക്കെ ബേനായിട്ട്, അതായത് ജിഹാദ് ചെയ്യുക ബേനായിട്ട്, അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധമൊക്കെ ബേനായിട്ട് നൻ്റെ നിങ്ങൾ എന്താക്കണം കടത്തണം. അങ്ങനെ ഈ ഒരു വാക്ക് കേട്ടാൽ പിന്നെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലും നക്കെന്താവില്ല ഈ ഒരു മദീനത്തിൽ നിൽക്കുന്നുണ്ട് കൊണ്ട് സാധ്യമല്ല. കാരണം ഓരോരോ ജാഗയും ഓരോരോ മണ്ണും ഓരോരോ പൊയ്യും ഓരോരോ ജാഗ്യം എന്താക്കുന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മനൊക്കെ ഇങ്ങനെ തന്നുകൊണ്ട് അത്ര നണ്ട് കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കൊണ്ട് സാധ്യമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പോണകുബേനായിട്ട് ആര് അനുമതി കൊടുക്കുക? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുമതി കൊടുക്കുക. അങ്ങനെ നേരെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അതായത് പരിശുദ്ധമായ ജിഹാദ് ചെയ്യുക ബേനായിട്ട് യുദ്ധം ചെയ്യുക ബേനായിട്ട് അള്ളാഹുടെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക ബേനായിട്ട് പിന്നീട് എവിടേക്ക് പോകേണ്ടതാണ്? ഷാമ് കാണാൻ പോകേണ്ടതാണ്. പിന്നീട് തൻ്റെ ജീവിതം എല്ലാം നയിക്കുന്നത് എവിടെയാണ്? ഷാമിലാണ്. അങ്ങനെ അതിൽ പിന്നെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കില്ല അങ്ങനെ ബാങ്ക് കൊടുക്കുകയൊന്നും പോകണ്ടില്ല. പക്ഷേ പിന്നീട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഫലസ്തീൻ കീഴടക്കിയ സന്ദർഭം, അതായത് ജെറുസലേം കീഴടക്കിയ സന്ദർഭത്തിൽ
അവിടെ ആരിക്കറ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് എല്ലാ സ്വഹാബികളുടെ ഒരു നിർബന്ധ പ്രകാരം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലത് ബാങ്ക് കൊടുക്കണം വേനായിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ്, ബാങ്ക് കൊടുക്കുന്നതാണ്. ഈ ബാങ്ക് കൊടുക്കുക തീരാണ്ട് ഈ ഒരു സൗണ്ട് കേട്ട സന്ദർഭത്തിൽ എല്ലാ സ്വഹാബികളും എന്താക്കുക പൊട്ടിയിട്ട് എന്താക്കുന്നതാണ് ഉൾപ്പെട്ടതാണ്. അതേപോലെ പിന്നൊരു സംഭവിച്ചിട്ടുള്ളത്, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരத்துக்கு ബേനായിട്ട് ബാങ്ക് കൊടുക്കുക ബേനായിട്ടാണ് പോണ്ടത്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായിട്ടാണ് ഉറങ്ങിയിട്ടാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു മദീനത്തെ പള്ളിയിൽ ഇക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിളിക്കണു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് എന്താ ഉള്ളത്, സുബഹിക്കുള്ള ആ ഒരു ബാങ്ക് സമയം അവിടുത്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ്, പോയിട്ട് ബാങ്ക് കൊടുക്കണം. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടും അതിലെന്താക്കറ് ഒരു പുതിയൊരു വാക്യം എന്താക്കുന്നതാണ് കൂട്ടുന്നതാണ്. അതായത് അസ്സലാത്തു ഖൈറും മിനൻ നൗം ചൊല്ല ആ ഒരു വാക്യം എന്താക്കുന്നതാണ് കൂട്ടുന്നതാണ്. അതായത് നിസ്കാരത്തെ വറക്കിനേക്കാളും ഏറ്റവും ഖൈറായത് എന്താണ്, നിസ്കാരമാണ്. ആ ഒരു വാക്യം കേട്ടിട്ട്, ഈ ഒരു വാക്യം കേട്ട് പിന്നെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുന്നത് എനിക്കതാണ്. അങ്ങനെ അനുസരിച്ച് നിസ്കരിച്ചിട്ടാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുന്നതാണ് ചൊല്ലതാണ്. ഈ ഒരു വാക്യം ചൊല്ലത് ഏറ്റവും നല്ലൊരു വാക്യമായിട്ട് കയറും. അപ്പോൾ ഇനിയുള്ള ബാങ്കിൽ, ഇനിയുള്ള സുബഹി ബാങ്കിൽ എന്താക്കും, ഈ ഒരു വാക്യം നീ എന്താക്കണം കൂട്ടണമെന്നിട്ടാണ് ആര് ചൊല്ലത്, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്. ഇതിൽ രണ്ടഭിപ്രായം ഉണ്ടോ, ഇത് ബിലാൽ റളിയല്ലാഹു അൻഹു അല്ല പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കരുതെന്ന് ചൊല്ലും. ഏതായാലും പ്രബലമായതിൽ ഇത് ബിലാൽ റളിയല്ലാഹു അൻഹുയെ ചൊല്ലുന്നിട്ടാണ് അഭിപ്രായത്തിലുള്ളത്. ഏതായാലും ഈ അസ്സലാത്തു ഖൈറും മിനൻ നൗം ചൊല്ലത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചൊന്നതുകൊണ്ടാണ്. ഇതിൽ ആര് അംഗീകരിക്കുക, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുന്നതാണ് അംഗീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് നിങ്ങൾ ചൊന്നത് പോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൽ പിന്നീട് ജീവിതം എല്ലാം ഉണ്ടായത് ഇവിടെയാണ്, ഷാമിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു കിനാവ് കണ്ടത്. അതായത് കിനാവിൽ വന്ന് ചൊല്ലത്, നണ്ടിട്ട് നീ നർസാണോ ബിലാലെ, നണ്ട് ഒന്ന് നോക്കുമ്പോനായിട്ട് നീ ബണ്ടില്ലേ ബിലാലെ ഉണ്ട്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു കിനാവ് കണ്ടതാണ്. ഈ കിനാവ് അതായത് ആ കിനാവ് കണ്ടത് അണ്ടത്തെ 4 ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ഒന്നും നോക്കിയില്ല. നേരം എവിടെ കാണും ഉള്ളിൽ ആ വണ്ടിടും പിടിച്ചിട്ട് നേരെ എവിടെ വേണ്ടതാണ്, മദീനത്തേക്ക് വേണ്ടതാണ്. അങ്ങനെ മദീനത്തേക്ക് വന്ന സന്ദർഭത്തിൽ മദീനത്തെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ ആ ഒരു മഖബറത്തെ മുന്നിൽ, ആ ഒരു റൗളത്തെ മുന്നിൽ വന്നിട്ട് പൊട്ടി കരയുന്നതാണ് ആ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രക്കും ഇഷ്ടമാണ് ആര്, ബിലാൽ റളിയല്ലാഹു അൻഹു ആര്, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് എത്തിയ വിഷയം എല്ലാ ഒരു കാട്ടു തീ പോലെ എല്ലാ ആൾക്കാർക്കും എന്ത് കൊണ്ടുവരുന്നു, മദീനത്തേക്ക് ആരെ എത്തി, ബിലാൽ റളിയല്ലാഹു അൻഹു എത്തിച്ചുള്ളത്. അങ്ങനെ ആൾക്കാർ എന്താക്കാറ്, ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലാറ് എന്താക്കണം, ബാങ്ക് കൊടുക്കണോണ്ടാണ് ചൊല്ലത്. പക്ഷേ ആ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ്, ബാങ്ക് കൊടുക്കില്ലാണ്ടാണ് ആര് ചൊല്ലത്, ആ സന്ദർഭം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പുള്ളിമാരാണ് ഈ രണ്ടാളും. അപ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് ചൊല്ലത്, ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കണോ, നീ ഒരു ബാങ്ക് കൊടുക്കണോ എന്നുള്ള ആ ഒരു ആഗ്രഹമോ കൊണ്ടും ചൊല്ലത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കല്ലേ ചൊല്ലത്. അപ്പോൾ അതിൽ നിരസിക്കുക തന്നെ കൊണ്ട് സാധ്യമില്ല ചെന്നിട്ടും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ്, ബാങ്ക് കൊടുക്കുക നിൽക്കുന്നതാണ്. ഈ ഒരു ബാങ്കരെ സൗണ്ട് കേട്ട്, അതായത് ബിലാൽ റളിയല്ലാഹു അൻഹു സൗണ്ട് കേട്ടിട്ട് മദീനത്തിലുള്ള ആൾക്കാർ ഒന്നടങ്ങി എണിച്ചിട്ട് വേണ്ടതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങ് എത്തിയമാ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിട്ടേൺ ബന്ത എന്നുള്ള രീതിയിലാണ് എന്താ ആൾക്കാർ എനിക്ക് വേണ്ടത്. അതായത് പെണ്ണിങ്ങും കൂടി നിൽക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ബന്താണ്ടാണ് അങ്ങ് എന്താക്കരുത് നിൽക്കുന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തിട്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നില്ല, പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ല ആ ഒരു വാക്യം എന്താവുകയല്ല, ചൊല്ലുക ആവില്ല ആർക്ക്, ബിലാൽ റളിയല്ലാഹു അൻഹു. കാരണം ഗുന്തുലതുപോലെ പണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊന്നിട്ടും ആ മദീനത്തെ മെഹ്റാബിൽ നോക്കുമ്പോൾ പുഞ്ചിരിച്ച് നിൽക്കടെങ്കിലത്തെ ആ ഒരു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകാണ് ആർക്ക് കണ്ടത്, ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടത്. പക്ഷേ ഉണ്ട് അഷ്ഹദു
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലുമ്പോൾ ആരെ കാണില്ല, മിഹ്റാബിൽ ആരെ കാണില്ല, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പുഞ്ചിരിച്ച് നിൽക്കണമെങ്കിൽ ചിരിച്ച് നിൽക്കണമെങ്കിൽ ആ ഒരു മുഖം ആർക്ക് കാണില്ല, ബിലാൽ റളിയല്ലാഹു അൻഹു കാണില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഒരു വാക്യ ചൊല്ലുക തീരാണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ചൊല്ലുക തീരാണ്ട് ബോധം പോയിട്ട് ആറ് ബുള്ളതാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ്, ബോധം പോയിട്ട് ആ ഒരു മദീനത്തെ മണ്ണിൽ ബുള്ളതാണ് ആറ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പം അത്രക്കും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്നേഹിച്ചെങ്കിത്തെ പിറസ് വെച്ചെങ്കിത്തെ ഒരാളാണ് ആര്, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു റിട്ടേണിയോടെ ഷാമുക അതായത് ഡമസ്കസ് പോയ സന്ദർഭത്തിൽ അത് പിന്നീട് എന്താവണം, മരണശയ്യൽ അതായത് മരിക്കുക പോടതാണ് ആറ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ സക്രാത്തിൽ ഇക്കടെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ എന്താക്കുന്നതാണ്, കണ്ടിട്ട് ഇങ്ങനെ ചൊല്ലുന്നതാണ്, ഓ നിൻ്റെ ദുഃഖമേ, ഓ നിൻ്റെ ബേജാരേ, ഇങ്ങനെ ആറ് ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഒരു സക്രാത്തിലെ സമയം കണ്ടിട്ട് ചൊല്ലുന്നതാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, ഓ നിൻ്റെ സന്തോഷമേ, ഓ നിൻ്റെ കൊസിയേ എന്നിട്ടാണ് ആര് ചൊല്ലുന്നത്, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നതാണ്. അപ്പോഴാണ് ഭാര്യ കേൾക്കുന്നത്, എന്തിനെയോ ഈണം ഇത്ര സന്തോഷ ആവുകയുള്ള കാരണം എന്തിനാണ് കേൾക്കുന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, നാളെ നാണയോടെ പോകേണ്ടതാണ് നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ ചങ്ങായിരെ, നിൻ്റെ സ്വഹാബത്തിനെ, നിൻ്റെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക വേനായിട്ടാണെന്നാണ് പോകേണ്ടത്. അപ്പം ഞാൻ സന്തോഷിക്കണമല്ലാണ്ട് പിന്നെ എന്തെങ്കിലും ഞാൻ ബേജാരിക്കണം. നിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളത് നാളെ ഞാൻ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക പോണ്ടേ ചൊല്ല ഒരു സന്തോഷമാണ്. അതായത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഒരു മരണ ചൊല്ലത് അല്ലെങ്കിൽ മരിക്കു പോണ്ടേ ചൊല്ലത് ഏറ്റവും ഒരു കൊസി തന്ന ഒരു കാര്യമാണ്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്നേഹിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുള്ള ആളുകൾ മരണ ചൊല്ലത് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക പോണ്ടി എന്നുള്ള ഒരു സന്തോഷമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ പിന്നീട് വഫാത്തായി പോകേണ്ടതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ട്, ഒരുപാട് അപമാനം സഹിച്ചിട്ട്, ഒരുപാട് നമ്പല തിന്നിട്ട് പിന്നീട് ഇസ്ലാമിലെ ഏറ്റവും വലിയ ഉന്നതിയായ ഒരു പദവിക്ക് എത്തിയിട്ട് അതേപോലെ ഇസ്ലാമിൽ ഏറ്റവും ഉന്നതിയായി കണ്ടെങ്കിത്ത ഒരാളാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു മുഹബ്ബത്ത്, ആ ഒരു പിരിസ ഏറ്റവും കൂടുതൽ കാട്ടിങ്കത്ത ഒരാളും കൂടിയാണ് ആറ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ ചൊല്ലത് ഡമസ്കസിലാണ് ഉള്ളത്. ഡമസ്കസത്തിൽ ബാബു സഗീർ ചൊല്ല ഒരു ജാഗയിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു മക്ബറ ഉള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഒട്ടിക്ക് ഞങ്ങൾ എല്ലാവരെയും ജന്നത്തു നഈം എന്ന സ്വർഗ്ഗത്തിൽ അള്ളാഹു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിട്ട് ആമീൻ ചൊന്തും ഇൻഷാ അല്ലാഹ്. ബണ്ട നാൾ പുതിയ ചരിത്രമായിട്ട് ബണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.